വർക്കരയിൽ മകളെ അതിക്രൂരമായി പീഡിപ്പിച്ച അച്ഛൻ അറസ്റ്റിൽ. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയാണ് അച്ഛന്റെ അതിക്രൂരമായ പീഡനത്തിനിരയായത്. ഇയാൾ മദ്യപിച്ച് മകളെയും ഭാര്യയും ക്രൂരമായി ഉപദ്രവിക്കുന്നത് പതിവായിരുന്നു. നിർഭൻ ചക്രവർത്തി ചേരുകയാണ്. നിർഭൻ, ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. എന്താണ് സംഭവിച്ചത്? വർക്കലയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പിതാവ് പ്രതിയുമായ ആളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വർക്കല താലൂക്ക് ആശുപത്രിയിൽ പോകാനെന്ന വ്യാജന കുട്ടിയെയും കൂട്ടി ആശുപത്രിയിൽ എത്തുകയും അവിടെ നിന്നും പൊന്മുടി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് തന്ത്രപൂർവ്വം കുട്ടിയെയും കൂട്ടി ഇയാൾ പൊന്മുടിയിൽ എത്തി എന്നതാണ് ലഭിക്കുന്ന വിവരം. പൊന്മുടിയിൽ വെച്ച് ആളൊഴിഞ്ഞ പ്രദേശത്ത് കുറ്റിക്കാട്ടിനുള്ളിൽ എത്തിച്ച് അതിക്രൂരമായി പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പീഡന വിവരം ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇയാൾ മദ്യപിക്കുകയും മകളെയും ഭാര്യയെയും സ്ഥിരമായി ക്രൂരമായി ഉപദ്രവിക്കുന്ന ആളാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം. അവശയായ പെൺകുട്ടി വീട്ടിലെത്തിയപ്പോഴേക്കും ഇത് പറയാൻ കഴിയാത്ത തരത്തിൽ അത്രയേറെ അവശമായ സ്ഥിതിയിലായിരുന്നു. തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് അമ്മയാണ് വിവരങ്ങൾ കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഇതിനുശേഷം വർക്കല അയിലൂർ പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ ഇപ്പോൾ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. 2019 ഇയാൾ തന്നെ മകളെ പീഡിപ്പിച്ചതിന് അറസ്റ്റാവുകയും വിചാരണ വേളയിൽ സാക്ഷികൾ കൂറുമാറിയതിനെ തുടർന്നാണ് കോടതി ഇയാളെ അന്ന് വെറുതെ വിട്ടത്. അന്ന് അമ്മയും ബന്ധുക്കളും എല്ലാം കൂട്ടി ഈ വെറുതെ പറയുകയാണ്, അത്തരത്തിൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കേസാണ് എന്ന തരത്തിലായിരുന്നു ഇയാള് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. പക്ഷേ സാക്ഷികൾ മറ്റ് ആൾക്കാരൊന്നും മൊഴി നൽകാൻ തയ്യാറാത്തത് കൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ ഇയാളെ കോടതി വെറുതെ വിട്ടു. അതേ പ്രതിയാണ് വീണ്ടും മകളെ വീണ്ടും ക്രൂരമായി പീഡിപ്പിച്ചിരിക്കുന്നത്. 2019 ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നു. പരാതി ഉന്നയിച്ചത് ഈ പെൺകുട്ടിയും മാതാവും ഉൾപ്പെടെയുള്ള ആളുകളാണ്. പക്ഷെ കേസിൽ വെറുതെ വിട്ടെങ്കിലും ഇയാൾ വീണ്ടും അവരോടൊപ്പം അതേ വീട്ടിൽ തന്നെയായിരുന്നു താമസവും. അവരോട് ആ നിലയിൽ സൗഹൃദം പുലർത്തി അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി തന്നെ പോകുന്ന ഒരു നിലയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട് അസിത. ഇപ്പോൾ ഇത് ഒരേ പരാതിക്കാരിയാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കുഞ്ഞിന്റെ അമ്മയാണ് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ളത്. ഇവര് വീടുമായി ഇപ്പോഴും സഹകരിക്കുന്ന ആളാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ കുട്ടിയുമായി ഈ രക്ഷകർത്താവ് എന്ന നിലയിൽ തന്നെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയുമായി പോകുന്നത്. അവിടെ വെച്ച് വീണ്ടും ആശുപത്രിയിൽ എത്തിക്കാതെ അവിടെ നിന്ന് നേരെ പൊന്മുടിയിലേക്ക് കൊണ്ടുപോയി അവിടെ വച്ച് കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ പ്രഥമദൃഷ്ട്യാ കേസുണ്ട് എന്ന കാര്യം കുട്ടിയുടെ ദേഹപരിശോധന, വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കി പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്ന മൊഴികളിൽ അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. വീണ്ടും എങ്ങനെയാണ് ഈ കുട്ടിക്കൊപ്പം ഈ രക്ഷകർത്താവിനൊപ്പം ഇയാൾക്കൊപ്പം മുൻപ് കേസുണ്ടായ അതേ പ്രതിക്കൊപ്പം കുട്ടി പോയത് എന്ന കാര്യത്തിലൊക്കെയുള്ള സംശയമുണ്ട്. ഈ കേസിലും അമ്മ തന്നെയാണോ നിർഭൻ പരാതിക്കാരി? അമ്മയാണോ പരാതിയുമായി രംഗത്തെത്തിയത്? ഈ വിഷയത്തിൽ അമ്മയാണ് ഇപ്പോൾ വീണ്ടും പരാതി നൽകിയിട്ടുള്ളത്. അസ്മിത, ശരി. നിർഭൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. വർക്കലയിൽ നിന്നുമാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം വരുന്നത്. മകളെ പീഡിപ്പിച്ച അച്ഛനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്.